ഇന്നത്തെ വീഡിയോയിൽ വെണ്ടയ്ക്ക കിച്ചടിയുടെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് വെണ്ടയ്ക്ക കിച്ചടി. അത് നമുക്ക് കടായി ചൂടാക്കാം. ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചൂടാക്കാം. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 125 ഗ്രാമോളം ഉണ്ടാവും വെണ്ടയ്ക്ക. വട്ടത്തിലരിഞ്ഞാണ്. അത് നമുക്ക് വഴറ്റിയെടുക്കാം. മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ 1 കപ്പ് വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക ഇതേപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇച്ചിരി ഉപ്പിടാം. വെണ്ടയ്ക്കയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് ഞാൻ ഒരു 1/8 ടീസ്പൂൺ ഉപ്പിടുവാണ്. 1/4 ടീസ്പൂണിൻ്റെ പകുതി. ചെറിയൊരു അളവാണല്ലോ ചെയ്യുന്നത്. ഇനി ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം, കൂളാവട്ടെ. അടുത്തായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1/3 കപ്പ്, ഒരു കപ്പിൻ്റെ 1/3 ഭാഗം, 1/3 കപ്പ് തേങ്ങ, ഒരു പച്ചമുളക്, ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ച് അരച്ചെടുക്കാം. നമുക്ക് കടുകും ചേർക്കണം. കടുക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ചേർക്കാം. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതൊരു ഹാഫ് അരഞ്ഞ് കഴിയുമ്പോൾ നമ്മളിന്നത്തെ കടുക് ചേർക്കും. അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കടുക് കൂടെ ചേർത്തരയ്ക്കാം. അപ്പോൾ കടുക് നമ്മൾ എടുക്കുന്നത് 1/2 ടീസ്പൂണാണ്. കടുക് ചേർത്തിട്ട് ഒരു 4 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരയേണ്ട ഈ ഒരു പരുവത്തിൽ. ഇത് ചൂടറിയിട്ട് വേണം ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാനായിട്ട്. വറുത്ത വെണ്ടയ്ക്ക നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സർ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് നീട്ടുക. ഈ ഒരു അയം മതിയാവും. നമ്മളിവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം തൈര് ചേർത്തിട്ടുണ്ട്. തൈര് എപ്പോഴും നമ്മൾ ആ കട്ടി നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇത് താളിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ചൂടാക്കാം. ഒരു 1/8 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഉണക്കമുളക് ഒരെണ്ണം കീറിയിടാം. 2-3 കഷ്ണമായിട്ട് കീറിയിടുക. അതേപോലെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുക. 1/4, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. അതെപ്പോഴും കടുക് പൊട്ടിക്കുന്നതിന് മുമ്പ് ടേസ്റ്റ് ചെയ്തിട്ട് വേണം കടുക് പൊട്ടിക്കാൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കിച്ചടി എന്ന് പറഞ്ഞാൽ സദ്യക്കൊക്കെ സെർവ് ചെയ്യുവാണെങ്കിൽ ഒരു 4-5 പേർക്കൊക്കെ സെർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അതേപോലെ സദ്യക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സൈഡ് ഡിഷാണ്, അല്ലെ വിഭവമാണ് കിച്ചടി. കിച്ചടി നമ്മൾ പല വെജിറ്റബിൾസ് വെച്ച് ഉണ്ടാക്കും. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. Thank you for watching Mahima's Cooking Class.